ഹായ് സ്റ്റുഡൻസ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് രണ്ട് രീതിയിലാണ് പ്രിപ്പയർ ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. രണ്ട് മെത്തേഡുകളാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ ഫോർമാറ്റും കഴിഞ്ഞ ക്ലാസ്സിൽ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡയറക്റ്റ് മെത്തേഡിലും ഇൻഡയറക്റ്റ് മെത്തേഡിലുമാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഡയറക്റ്റ് മെത്തേഡിൽ പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രിപ്പറേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ഡയറക്റ്റ് മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ഗുഡ്ലക്ക് ലിമിറ്റഡ് ഹാസ് സബ്മിറ്റഡ് ദി ഫോളോയിങ് കണ്ടൻസ്ഡ് ബാലൻസ് ഷീറ്റ് ഓൺ 31st December 2015 and 31st December 2016 and the statement of income and retained earnings for the year ended 31st December 2016. അപ്പോൾ ബാലൻസ് ഷീറ്റും തന്നെ രണ്ട് ഇയറിൻ്റെ 2015ലെയും 2016ലെയും ബാലൻസ് ഷീറ്റും തന്നിട്ടുണ്ട്. പിന്നെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റും തന്നിട്ടുണ്ട്. നോക്കി നോക്കൂ. ബാലൻസ് ഷീറ്റ് ലയബിലിറ്റീസ് 2015ഉം 16ലെയും എമൗണ്ട് സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. ഷെയർ ക്യാപിറ്റൽ 3 lakh and 4 lakh. ജനറൽ റിസർവ് 80,000 1 lakh. റീറ്റെയിൻഡ് ഏണിംഗ് 60,000 and 90,000. 6% ഓഫ് ഡിബഞ്ചേഴ്സ് 2 lakh 1,25,000. ലോൺസ് ഓൺ മോർട്ട്ഗേജ് നിൽ 40,000. സൺട്രി ക്രെഡിറ്റേഴ്സ് 1,85,000 and 1,05,000. Wages outstanding 3,000 and 5,000. Provision for income tax 75,000 and 1,40,000. Total first column 9,03,000 and 10,05,000. Okay. Next asset side. Fixed asset 7 lakh and 8 lakh. Less accumulated depreciation 2,25,000 and 2,60,000. Balance 4,75,000 and 5,40,000. Stock 1,25,000 and 2 lakh. Sundry debtors 1,80,000 and 1,50,000. Cash in hand and bank 95,000 and 89,000. Prepaid expenses 3,000 and 6,000. Preliminary expenses 25,000 and 20,000. Total 9,03,000 and 10,05,000. Okay. Next, income statement. Statement of income and retained earnings for the year ended 31st December 2016. Sales 15 lakh less cost of goods sold. Cost of goods sold അവിടെ കണ്ടെത്തിയിട്ടുള്ളത് സ്റ്റോക്ക് ഓൺ 1st January 2016 1,25,000ൻ്റെ കൂടെ പർച്ചേസ് ആഡ് ചെയ്ത്, പർച്ചേസ് എത്രയാണ് 10 lakh ആഡ് ചെയ്ത് അതിൽ നിന്നും ക്ലോസിംഗ് സ്റ്റോക്ക് 2 lakh മൈനസ് ചെയ്ത് കിട്ടുന്നതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പോൾ സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആയ 9,25,000 മൈനസ് ചെയ്താൽ കിട്ടുന്നത് 5,75,000 ആണ്. ഇനി വേജസും ലെസ് ചെയ്യണം. അതിൽ നിന്ന് വേജസ് എത്രയാണ് 40,000 ലെസ് ചെയ്ത് 5,35,000 ആണ് ഗ്രോസ് ഇൻകം. ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ കാണാറില്ലേ? ഗ്രോസ് ഇൻകം എത്ര കിട്ടി? 5,35,000. ഇനി ലെസ് സൺട്രി എക്സ്പെൻസസ്. സൺട്രി എക്സ്പെൻസുകളൊക്കെ മൈനസ് ചെയ്യുക. സൺട്രി എക്സ്പെൻസ് 2,05,000. പ്രിലിമിനറി എക്സ്പെൻസസ് റിട്ടേൺ ഓഫ് 5,000. ഡിപ്രീസിയേഷൻ 35,000. മൂന്ന് കൂടി ടോട്ടൽ 2,45,000 മൈനസ് ചെയ്താൽ 2,90,000 കിട്ടി. ലെസ് പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് 1,40,000 മൈനസ് ചെയ്താൽ 1,50,000. ജനറൽ റിസർവ് ഡിവിഡൻഡ് പെയ്ഡ് 20,000ഉം 1 lakhഉം 1,20,000 മൈനസ് ചെയ്താൽ 30,000 കിട്ടി. അതിന് നേരെ നമ്മൾ എന്ത് എഴുതണം? നെറ്റ് ഇൻകം ഫോർ ദി ഇയർ. നെറ്റ് ഇൻകം, ആ വർഷത്തെ നെറ്റ് ഇൻകം എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 30,000 ആണ് ഉള്ളത്. പിന്നെ അതിൻ്റെ തൊട്ട് മുന്നത്തെ ഇൻകം റീറ്റെയിൻഡ് ഏണിങ്സ് 31st December 2015 എത്രയുണ്ട്? 60,000 ഉണ്ട്. രണ്ടും കൂടി ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞിട്ട് എത്രയുണ്ട്? 90,000 തന്നിട്ടുണ്ട്. ഇനി അഡീഷണൽ ഇൻഫർമേഷൻ. ഡ്യൂറിങ് 2016 ദി കമ്പനി പർച്ചേസ്ഡ് എ ബിൽഡിംഗ് ഫോർ rupees 1 lakh. 1 lakhൻ്റെ ബിൽഡിങ് ആ കമ്പനി പർച്ചേസ് ചെയ്തിട്ടുണ്ട്.
യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് യൂസിങ് ദി ഡയറക്റ്റ് മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡിൽ നമ്മളോട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അഡീഷണൽ ഇൻഫർമേഷനൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണത് ചെയ്യാൻ നോക്കാം. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ബ്രാക്കറ്റിൽ ഡയറക്റ്റ് മെത്തേഡ് കാണിക്കുക ഫോർ ദി ഇയർ എൻഡഡ് 31st December 2016. അപ്പോൾ നമ്മൾ പറഞ്ഞു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിന് 3 പാർട്ടുകളാണുള്ളത്. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഒരു ഫേമിൻ്റെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ നിന്നുള്ള ക്യാഷിൻ്റെ റെസീപ്റ്റ്സും പേയ്മെൻറ്റ്സുമാണ് ഫസ്റ്റ് സെക്ഷനിൽ വരുന്നത്. സെക്കൻഡ് സെക്ഷനിൽ ആ ഫേമിൻ്റെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, ഇൻവെസ്റ്റ്മെൻറ്റ് നിന്നുള്ള ക്യാഷ് റെസീപ്റ്റ്സും ക്യാഷ് പേയ്മെൻറ്റുമാണ് രണ്ടാമത്തെ സെക്ഷനിൽ വരുന്നത്. മൂന്നാമത്തെ സെക്ഷനിൽ ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ വരുന്ന റെസീപ്റ്റ്സും പേയ്മെൻറ്റ്സും. ഈ 3 സെക്ഷനിലും എന്തൊക്കെ ഐറ്റംസ് ആണ് വരിക എന്നുള്ളത് നമ്മൾ മുന്നത്തെ അതിൻ്റെ ഫോർമാറ്റിലും ഇതിലൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഫസ്റ്റ് സെക്ഷൻ. അല്ലെങ്കിൽ ക്യാഷ് റെസീപ്റ്റ് നോക്കുക. എ എന്ന് പറഞ്ഞിട്ട് എഴുതുക, ഓപ്പറേറ്റിംഗ് ക്യാഷ് റെസീപ്റ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ്. എത്രയാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്? 15,30,000 ആണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? നമ്മൾ പറഞ്ഞിരുന്നു ഡയറക്റ്റ് മെത്തേഡ് ചെയ്യുമ്പോൾ ചില അഡീഷണലായിട്ട് ചില ലെഡ്ജർ അക്കൗണ്ടുകൾ കൂടി പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമുക്ക് ലെഡ്ജർ അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യാം, എന്നിട്ട് ഈ ഫോർമാറ്റിലേക്ക് വരാം. അപ്പോൾ അതെങ്ങനെ ചെയ്യുക എന്നുള്ളതൊന്ന് നോക്കാം. ഡയറക്റ്റ് മെത്തേഡിൽ മാത്രമാണ് നമ്മൾ ലെഡ്ജർ അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. എന്താ വെച്ചാൽ ടോട്ടൽ ഡെറ്റേഴ്സിൻ്റെ അക്കൗണ്ട് അല്ലെങ്കിൽ ടോട്ടൽ ക്രെഡിറ്റേഴ്സിൻ്റെ അക്കൗണ്ടൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ, ടോട്ടൽ എമൗണ്ട് കിട്ടണമെങ്കിൽ നമ്മൾ ആ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അതെങ്ങനെ ചെയ്യുക എന്നുള്ളത് ആദ്യം നോക്കാം, എന്നിട്ട് ഇങ്ങോട്ട് വരാം. നോക്കൂ, ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട്. ടോട്ടൽ ഡെറ്റേഴ്സിൻ്റെ അക്കൗണ്ടിൽ നോക്കൂ, ഓപ്പണിംഗ് ബാലൻസ് ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് ബാലൻസ് 1,80,000 ക്ലോസിംഗ് ബാലൻസ് 1,50,000 നമുക്ക് തന്നിട്ടുണ്ട്. സെയിൽസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ 15,000 തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ള എമൗണ്ടുകളാണ് അല്ലേ. അപ്പോൾ ക്യാഷായിട്ട് കിട്ടാനുള്ള എമൗണ്ട് ആണ്. ഇപ്പോൾ സെയിൽസ് എന്ന് പറഞ്ഞിട്ട് 15,000 തന്നിട്ടുണ്ട്. അത് ക്യാഷ് സെയിൽസ് ആണോ ക്രെഡിറ്റ് സെയിൽസ് ആണോ എന്നുള്ളതൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ സെയിൽസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എത്ര എഴുതാം? 15 lakh തന്നെ എഴുതാം. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് എഴുതി, ക്ലോസിംഗ് ബാലൻസ് എഴുതി, പിന്നെ സെയിൽസ്ക്ക് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ ക്യാഷ് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ ഡെറ്റേഴ്സിൻ്റെ അക്കൗണ്ടിൽ നമ്മൾ സെയിൽസ് എന്ന് പറഞ്ഞിട്ട് 15 lakh എഴുതാം. ബാക്കി ബാലൻസ് നമ്മൾ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ എത്രയാണ്? ക്ലോസിംഗ് ബാലൻസ് 1,50,000 മാത്രമേ ഉള്ളൂ. രണ്ട് സൈഡും ബാലൻസ് ചെയ്യുമ്പോൾ 15,30,000 നമുക്ക് കിട്ടാനുള്ള ക്യാഷ്, ആ ഫാമിലിക്ക് വരാനുള്ള ക്യാഷാണ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ ബ്രാക്കറ്റിൽ ബാലൻസിങ് ഫിഗർ എന്ന് കാണിക്കുക. ബാലൻസ് ചെയ്ത് ബാക്കി വരുന്ന എമൗണ്ടാണ് നമ്മൾ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എഴുതേണ്ടത്. അതിൻ്റെ ബ്രാക്കറ്റിൽ ബാലൻസിങ് ഫിഗർ കാണിക്കുക. അപ്പോൾ എത്ര? 15,30,000 കിട്ടും. ഇതാണ് നമ്മളവിടെ കണ്ടത്, ക്യാഷ് റിസീവ്ഡ് ഫ്രം കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞിട്ട് അല്ലേ. ഓക്കെ, അടുത്തത് നോക്കൂ, ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. ടോട്ടൽ ക്രെഡിറ്റേഴ്സിൻ്റെ അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ വരും, ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിലും വരും. ഓപ്പണിംഗ് ബാലൻസ് 1,85,000, ക്ലോസിംഗ് ബാലൻസ് 1,05,000. പിന്നെ പർച്ചേസ് എത്രയാണ്? നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട്. പർച്ചേസ് എത്രയാണ്? 10 lakh. പർച്ചേസ് ക്രെഡിറ്റ് സൈഡിലാണ് വരിക. ക്രെഡിറ്റേഴ്സിൻ്റെ അക്കൗണ്ടിൽ പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ 10 lakh. ബാക്കി വരുന്ന ബാലൻസ് നമ്മൾ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. ബ്രാക്കറ്റിൽ ബാലൻസിങ് ഫിഗർ എത്രയാണ്? 10,80,000. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് വേജസ്. ഔട്ട്സ്റ്റാൻഡിങ് വേജസ് എന്ന് പറഞ്ഞിട്ട് ബാലൻസ് ഷീറ്റിൽ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയൊക്കെയാണ്? ഓപ്പണിംഗ് ബാലൻസ് 3,000, ക്ലോസിംഗ് ബാലൻസ് 5,000 തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ
എത്രയാണ് ഔട്ട്സ്റ്റാൻഡിങ് വേജസ് എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് വേജസ് ആയിട്ടൊരു 40,000 തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ട്രേഡിംഗ് അക്കൗണ്ട് ഒന്ന് കാണിക്കുക. വേജസ് അക്കൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നതാണ്. ഇൻകം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡയറക്റ്റ് വേജസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് കാണിക്കുന്നത്. അത് 40,000. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് വേജസിൻ്റെ അക്കൗണ്ടിൽ നമുക്ക് വേജസ് കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് കാണിക്കുക 40,000. അപ്പോൾ ബാക്കി വരുന്ന ബാലൻസിങ് ഫിഗറാണ് ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ 38,000 കാണിക്കും. പിന്നെ പ്രീപെയ്ഡ് സൺട്രി എക്സ്പെൻസ് മുൻകൂട്ടി കൊടുത്തിട്ടുള്ള സൺട്രി എക്സ്പെൻസുകളുണ്ട്. അത് ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ സൺട്രി എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു 2,05,000 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാലൻസിങ് ഫിഗർ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. എത്രയാണ്? 2,08,000. പിന്നെ പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ്. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ, രണ്ടിലിപ്പോൾ ബാലൻസ് ഷീറ്റിൽ ഓപ്പണിംഗ് ബാലൻസും തന്നിട്ടുണ്ട്, ക്ലോസിംഗ് ബാലൻസും തന്നിട്ടുണ്ട്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ അതിൻ്റെ എന്തെങ്കിലും സംഭവങ്ങൾ വരികയാണെങ്കിൽ, ഇപ്പോൾ പ്രീപെയ്ഡ് സൺട്രി എക്സ്പെൻസിനെ സംബന്ധിച്ച് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സിനെ സംബന്ധിച്ച്, ഔട്ട്സ്റ്റാൻഡിങ് വേജസിനെയൊക്കെ സംബന്ധിച്ച് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലോ അല്ലെങ്കിൽ അഡീഷണൽ ഇൻഫർമേഷനിലോ വരികയാണെങ്കിലാണ് നമ്മൾ ഇത്തരം ലെഡ്ജർ അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ. നെക്സ്റ്റ് പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് ബാലൻസ് 75,000, ക്ലോസിംഗ് ബാലൻസ് 1,40,000 തന്നിട്ടുണ്ട്. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പ്രൊവിഷൻ കൊടുത്തിട്ട് എത്രയാണ്? 1,40,000 ആണെന്നും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി വരുന്ന ബാലൻസ് ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 75,000 എഴുതാം. ഇത്രയും അക്കൗണ്ടുകളാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ആൻസറിലേക്ക് പോവാം. നോക്കി നോക്കൂ. ഓപ്പണിംഗ് ക്യാഷ് റെസീവ്സ് എന്ന് പറഞ്ഞിട്ട് ക്യാഷ് റിസീവ്ഡ് ഫ്രം കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ഡെറ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടിയത് 15,30,000 നമുക്ക് കിട്ടാനുണ്ട്. നെക്സ്റ്റ് ഓപ്പറേറ്റിംഗ് അത് മാത്രമേ റെസീപ്റ്റ് ആയിട്ടുള്ളൂ. സെയിൽസ് മാത്രമല്ലേ ഇതായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ 15,30,000 ഇതിനാണ് നമ്മൾ ടോട്ടൽ ഡെറ്റേഴ്സിൻ്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഓപ്പറേറ്റിംഗ് ക്യാഷ് പേയ്മെൻറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ക്യാഷ് പെയ്ഡ് ടു സപ്ലയേഴ്സ് ആൻഡ് എംപ്ലോയീസ് അല്ലെങ്കിൽ ടോട്ടൽ ക്രെഡിറ്റേഴ്സിൻ്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് അവിടെ ബാലൻസിങ് ഫിഗർ എത്രയാണ് വന്നത്? 10,80,000. അതാണ് ഇവിടെ നമ്മൾ പേയ്മെൻ്റ് ആയിട്ട് എഴുതുന്നത്. പിന്നെ ക്യാഷ് പെയ്ഡ് ടു എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് വേജസ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തു അല്ലേ. അപ്പോൾ നമ്മൾ കൊടുക്കാനുള്ള എമൗണ്ട് എത്രയാണ്? 38,000 ആണ്. അവിടെ ബാലൻസിങ് ഫിഗർ നമുക്ക് 38,000 കിട്ടിയിട്ടുണ്ട്. അതാണ് ക്യാഷ് പെയ്ഡ് ടു എംപ്ലോയീസ് 38,000 എന്ന് പറഞ്ഞിട്ട് എഴുതേണ്ടത്. പിന്നെ ക്യാഷ് പെയ്ഡ് ടു സൺട്രി എക്സ്പെൻസുകളായിട്ട് ഇതൊക്കെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആയതുകൊണ്ടാണ് ഇവിടെ വരുന്നത്. ക്യാഷ് പെയ്ഡ് ഫോർ സൺട്രി എക്സ്പെൻസസ് 2,08,000. ഇത്രയും സംഭവങ്ങളാണ് ഇതിൽ വരുന്നത്, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ വരുന്നത്. ഇനി ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. എത്രയാണ്? 13,26,000 കിട്ടും. റെസീറ്റ് 15,30,000 ആണ്. അപ്പോൾ റെസീറ്റിൽ നിന്ന് പേയ്മെൻറ്റ് കുറച്ച് ആ എമൗണ്ട് എത്രയാണ്? 2,04,000 കിട്ടി. അതിന് നേരെ സി എന്ന് പറഞ്ഞാൽ ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ, വേണമെങ്കിൽ ബ്രാക്കറ്റിൽ A-B, എയിൽ നിന്ന് B മൈനസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ടാണ് അത്. ഓക്കെ. നെക്സ്റ്റ് ഡി എന്ന് പറഞ്ഞിട്ട് ഇൻകം ടാക്സ് പെയ്ഡ്, ഇൻകം ടാക്സ് ആയിട്ട് കൊടുത്തത് എത്ര അല്ലെങ്കിൽ കൊടുക്കാനുള്ളത് എത്രയെന്നുള്ളത് നമ്മൾ അവിടെ പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സിൽ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ബാലൻസിങ് ഫിഗർ 75,000 മൈനസ് ചെയ്താൽ ബാക്കി വരുന്നത് 1,29,000. നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ നിന്നുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1,29,000 ആണ്. എല്ലാ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞ് ബാക്കിയുള്ളത് അവിടെ നിന്ന് ജനറേറ്റ് ചെയ്തിട്ടുള്ള ക്യാഷ് എന്ന് പറയുന്നത് 1,29,000 ആണ്. ഇനി അടുത്തത്
സെക്കൻഡ് സെക്ഷൻ ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, ഫിക്സഡ് അസറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കി നോക്കുക. അവിടെ പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് മാത്രമേ ഉള്ളൂ, അവിടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നിട്ടില്ല. അപ്പോൾ ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ എന്താണ്, ക്യാഷ് പേയ്മെൻ്റ് ആണ് അല്ലേ. അപ്പോൾ അവിടെ ക്യാഷ് പേയ്മെൻറ്റ് മാത്രമേ വരുന്നുള്ളൂ, ക്യാഷ് റെസീറ്റ് ആ സെക്ഷനിൽ വരുന്നില്ല. ഫിക്സഡ് അസറ്റോ ഇൻവെസ്റ്റ്മെൻറ്റിലോ എന്തെങ്കിലും റെസീറ്റോ പേയ്മെൻറ്റോ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ആ സെക്ഷനിൽ നോക്കേണ്ടത്. അവിടെ പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് മാത്രമേ ഉള്ളൂ. എത്രയാണ്, 1 lakh. അത് അഡീഷണൽ ഇൻഫർമേഷനിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അത് ഔട്ടർ കോളത്തിലേക്ക് എഴുതുക. അത് അവിടെ എന്തുകൊണ്ടാണ് ബ്രാക്കറ്റ് കൊടുത്തത്, അത് പർച്ചേസ് ആണ്, പേയ്മെൻ്റ് ആണ്, അതുകൊണ്ടാണ് അവിടെ അങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പം ഇന്നർ കോളത്തിൽ എഴുതാത്തത് എന്താ വെച്ചാൽ ആ ഒരൊറ്റ എമൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ നഷ്ടമാണ് അല്ലേ, ലോസാണ് വരുന്നത്. ലോസ് എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ അവിടെ നെഗറ്റീവ് ഫിഗറാണ് ആ സെക്ഷനിൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ നിന്ന് 1,29,000 ആണ്, പ്ലസ് 1,29,000 ആണ് കിട്ടിയുള്ളത്. സെക്കൻഡ് സെക്ഷനിലായ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ നിന്ന് -1 lakh ആണ് കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് തേർഡ് സെക്ഷൻ ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ പേയ്മെൻറ്റും റെസീറ്റും പേയ്മെൻറ്റും നോക്കാം. ഫസ്റ്റ് നോക്കിക്കോ, പ്രൊസീഡ്സ് ഫ്രം ഇഷ്യൂ ഓഫ് ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് റെസീറ്റാണ് അല്ലേ, ക്യാഷ് കിട്ടുകയാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. ഈ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്യാഷ് റെസീറ്റ്സ് ആണ്. എത്രയാണ്, 1 lakhൻ്റെ ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, അപ്പോൾ റെസീറ്റ്. പിന്നെ റേസിംഗ് ഓഫ് ലോൺസ് ഓൺ മോർട്ട്ഗേജ്, ലോണും മോർട്ട്ഗേജും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ എത്രയാണ്, 40,000ൻ്റെ ലോൺ എടുത്തിട്ടുണ്ട്, അപ്പോൾ അതും ക്യാഷ് റെസീറ്റ്സ് ആണ്. പിന്നെ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്, നമ്മൾ ഡിബഞ്ചർ റിഡീം ചെയ്തിട്ടുണ്ട്, തിരിച്ചെടുത്തിട്ടുണ്ട്, അപ്പോൾ അത് ക്യാഷ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എത്രയാണ്, 75,000 ബ്രാക്കറ്റ് കാണിക്കുക, അത് പേയ്മെൻ്റ് ആയതുകൊണ്ട് ബ്രാക്കറ്റ് കാണിക്കുക. പിന്നെ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് കഴിഞ്ഞാൽ അടുത്ത ഡിവിഡൻഡ് പെയ്ഡ്, ഡിവിഡൻഡ് കൊടുത്തു, എത്രയാണ്, 1 lakh ഡിവിഡൻഡ് കൊടുത്തു, അതും പേയ്മെൻ്റ് ആണ്, അതുകൊണ്ട് ബ്രാക്കറ്റ് കാണിച്ചു. അപ്പോൾ ഈ 2 സെക്ഷൻ മാത്രമാണ് നമ്മൾ പേയ്മെൻറ്റിന് ബ്രാക്കറ്റ് കാണിക്കുന്നത്. മറ്റേത് നമ്മൾ ABCD എന്ന് പറഞ്ഞിട്ട് എഴുതുകയാണ് ചെയ്യുന്നത് കേട്ടോ. എയും ബിയിലുമാണ് പേയ്മെൻറ്റും റെസീറ്റും പേയ്മെൻറ്റ്സും കാണിക്കുന്നത്, അത് ശ്രദ്ധിക്കുക. ബാക്കി 2 എണ്ണത്തിലും നമ്മൾ ബ്രാക്കറ്റിനുള്ളിലാണ് പേയ്മെൻറ്റ് കാണിക്കുന്നത്. അപ്പോൾ പേയ്മെൻറ്റ്, അപ്പോൾ റെസീറ്റിൽ നിന്ന് പേയ്മെൻറ്റ് ലെസ് ചെയ്താൽ ബാക്കി വരുന്ന എമൗണ്ട് 35,000. 35,000 നെറ്റ് ക്യാഷ് യൂസ്ഡ് ഇൻ ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ നിന്ന് കിട്ടിയിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് -35,000 ആണ്. അപ്പോൾ മൂന്നാമത്തെ സെക്ഷനിൽ നിന്നുള്ളതും കിട്ടി. ഇനി ചെയ്യേണ്ടത് നെറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ്, ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്നുള്ളത് നോക്കണം. അപ്പോൾ ഇവിടെ ഡിക്രീസ് ആണ് വരുന്നത്, എന്താ വെച്ചാൽ 3 സെക്ഷന് നോക്കുക. ഫസ്റ്റ് സെക്ഷൻ 1,29,000, സെക്കൻഡ് 1 lakh, തേർഡ് 35,000. അപ്പോൾ ഇവിടെ തന്നെ 1,35,000 മൈനസ് ഫിഗറാണ് വന്നത്. 1,29,000 മാത്രമേ പ്ലസ് ഫിഗറുള്ളൂ. അപ്പോൾ അതിന് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് -6,000 ആണ് കിട്ടുക. അപ്പോൾ അത് ഡിക്രീസിങ് ക്യാഷ് ആണ് വരുന്നത്. അപ്പോൾ നെറ്റ് ഡിക്രീസിങ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് എന്ന് പറഞ്ഞിട്ട് 6,000 എഴുതാം. 6,000 കിട്ടിയത് മനസ്സിലായില്ലേ, മൈനസ് ഫിഗർ ആയതുകൊണ്ട് ബ്രാക്കറ്റ് കാണിക്കുക. ഈ 3 സെക്ഷനും കൂടി ആഡ് ചെയ്യുക. 3 സെക്ഷൻ എന്ന് പറഞ്ഞാൽ പ്ലസ് 1,29,000, അതിൻ്റെ കൂടെ ഈ മൈനസ് ഫിഗറായ 1 lakhും 35,000 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര, -6,000 ആണ് കിട്ടുക. അപ്പോൾ ഡിക്രീസിങ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ആണ് നമുക്ക് കിട്ടിയത്. ഇനി അതിൻ്റെ കൂടെ ബിഗിനിങ്ങിൽ ഓപ്പണിങ്ങിൽ ക്യാഷ് ബാലൻസ് നമുക്ക് ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുണ്ടായിരിക്കും, അത് ആഡ് ചെയ്യുക. ആഡ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് അറ്റ് ദി ബിഗിനിങ് എന്ന് പറഞ്ഞിട്ട് എത്രയാണ്, 95,000 ആണ് ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുള്ളത്. 95,000 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 89,000 കിട്ടും അല്ലേ. 6,000 മൈനസ് ഫിഗറാണ്, അപ്പോൾ 90,000 നിന്ന് 6,000 മൈനസ് ചെയ്താൽ ബാക്കി വരുന്നത് 89,000. ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് അറ്റ് ദി എൻഡ് ഓഫ് ദി പീരീഡ് എന്ന് പറഞ്ഞിട്ട് 89,000 എഴുതാം. ഈ 89,000 നമ്മൾ ബാലൻസ് ഷീറ്റിൽ നമുക്ക് ക്ലോസിംഗ് ബാലൻസ്, ക്യാഷിൻ്റെ ക്ലോസിംഗ് ബാലൻസ് തന്നതും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം കറക്റ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കാം.
ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. അഡീഷണൽ ഇൻഫർമേഷൻസ് ഒന്നുമില്ലാതെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. ഡയറക്റ്റ് മെത്തേഡിൽ തന്നെ ചെയ്യാനുള്ള. ഫ്രം ദി ഫോളോയിങ് സമ്മറി ഓഫ് ക്യാഷ് അക്കൗണ്ട് ഓഫ് എക്സ് ലിമിറ്റഡ് പ്രിപ്പയർ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദി ഇയർ എൻഡഡ് 31st December 2016 യൂസിങ് ദി ഡയറക്റ്റ് മെത്തേഡ്. ഈ കമ്പനി ഡസ് നോട്ട് ഹാവ് എനി ക്യാഷ് ഇക്വലൻസ്. ക്യാഷ് ഇക്വലൻസ് ഒന്നും തന്നെ ഇല്ല എന്നാണ് ഇതിൽ പറയുന്നത്. സമ്മറി ഓഫ് ക്യാഷ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് 31st December 2016 ക്യാഷ് അക്കൗണ്ടിൻ്റെ ഒരു സമ്മറിയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ബാലൻസ് ഓൺ 1st April 2015 500. ഓപ്പണിംഗ് ബാലൻസ്, ക്യാഷിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് 500. ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ്, ഇത് ക്യാഷ് അക്കൗണ്ട് ആണ്, ശ്രദ്ധിക്കുക. ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് 3000. റെസീറ്റ് ഫ്രം കസ്റ്റമേഴ്സ് 28,000. സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് 1000. ടാക്സേഷൻ 2500. ഡിവിഡൻഡ് 500. റീപേയ്മെൻറ്റ് ഓഫ് ബാങ്ക് ലോൺസ് 3000. ബാലൻസ് ഓൺ 31st March 2016 1,05,500. ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്. പിന്നെ പേയ്മെൻറ്റ് ടു സപ്ലയേഴ്സ് 20,000. പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് 2,000. ഓവർ ഹെഡ് എക്സ്പെൻസസ് 2,000. വേജസ് ആൻഡ് സാലറീസ് 1,000. ടോട്ടൽ 32,500. ഓക്കെ, ഇത്രയും ഇൻഫർമേഷനാണ് തന്നിട്ടുള്ളത്. നോക്കി നോക്കൂ എങ്ങനെ ചെയ്യാന്നുള്ളത്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ഡയറക്റ്റ് മെത്തേഡ് ഫോർ ദി ഇയർ എൻഡഡ് 31st March 2016 ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 3 സെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ് അല്ലേ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് എ എന്ന് പറഞ്ഞിട്ട് ഓപ്പറേറ്റിംഗ് ക്യാഷ് റെസീറ്റ്സ്. ക്യാഷ് സെയിൽസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ് സെയിൽസ് ഉണ്ടോ? ക്യാഷ് സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ വരില്ല. അപ്പോൾ അത് നമ്മളവിടെ എടുക്കില്ല. അതുകൊണ്ടാണ് സെയിൽസ് അവിടെ കാണിക്കാത്തത്. ഓക്കെ, ക്യാഷ് സെയിൽസ് അവിടെ ഇല്ല. ഈ സെക്ഷനിൽ ക്യാഷ് സെയിൽസ് ഇല്ല. പിന്നെ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ്. റിസീപ്റ്റ് ഫ്രം കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. എത്രയാണ്? 28,000. അത് മാത്രമാണ് റെസീപ്റ്റ് ആയിട്ടുള്ളൂ അവിടെ. അപ്പോൾ 28,000 എഴുതി. നെക്സ്റ്റ് ഓപ്പറേറ്റിംഗ് ക്യാഷ് പേയ്മെൻറ്റ്. പർച്ചേസ് ഉണ്ടോ നോക്കുക. ക്യാഷ് പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് ഇവിടെ വരില്ല. പിന്നെ ക്യാഷ് പർച്ചേസ് ഇല്ല അല്ലേ. ഓക്കെ. പിന്നെ ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് അവിടെ പേയ്മെൻറ്റ് ടു സപ്ലയേഴ്സ് എന്ന് പറഞ്ഞിട്ട് 20,000 തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് 20,000. പിന്നെ ക്യാഷ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് നോക്കാം. ഓവർ ഹെഡ് എക്സ്പെൻസും വേജസ് ആൻഡ് സാലറീസും വന്നിട്ടുണ്ട്. എത്ര? 2,000ഉം 1,000. ടോട്ടൽ 23,000 ആണ് അവിടെ പേയ്മെൻറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ തേർഡ് സി എന്ന് പറഞ്ഞിട്ട് ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് A-B അല്ലേ. എത്ര കിട്ടുന്നത്? 5,000 ആണ് അവിടെ വരുന്നത്. ഇനി നെക്സ്റ്റ് ഇൻകം ടാക്സ് പെയ്ഡ്. ടാക്സേഷൻ എന്ന് പറഞ്ഞിട്ട് 2,500 തന്നിട്ടുണ്ട്. ഇൻകം ടാക്സിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചത് എത്രയാണ്? 2,500. അത് ലെസ് ചെയ്താൽ ബാക്കി വരുന്നത് 2,500 അല്ലേ. അതിന് നേരെ നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ നിന്ന് കിട്ടിയിട്ടുള്ള എമൗണ്ട് എത്രയാണ്? 2,500 ആണ്. നെക്സ്റ്റ് സെക്കൻഡ് സെഷൻ ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിന് ഏതൊക്കെയാണ് വന്നിട്ടുള്ളത് നോക്കുക. സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ഉണ്ടോ. ഫിക്സഡ് അസറ്റ് വിറ്റപ്പോൾ കിട്ടിയിട്ടുള്ള ക്യാഷ് എത്രയാണ്? 1,000. പിന്നെ പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് 2,000. അപ്പോൾ പേയ്മെൻ്റ് ആണ്. അപ്പോൾ ബ്രാക്കറ്റിൽ കാണിക്കുക 2,000. അത് രണ്ടും മാത്രമേ അവിടെ വരുന്നുള്ളൂ. നെറ്റ് ക്യാഷ് യൂസ്ഡ് ഇൻ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് 1,000 ആണ് അല്ലേ. പേയ്മെൻ്റ് ആണ് കൂടുതൽ. അതുകൊണ്ട് ബാക്കി ബാലൻസിങ് ഫിഗർ എന്ത് വന്നു? മൈനസ് ഫിഗർ വന്നു. ഓക്കെ, അപ്പോൾ 2,000ഉം കിട്ടി, -1,000ഉം കിട്ടി. ഇനി മൂന്നാമത്തെ സെക്ഷൻ ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ്.
ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ നമുക്ക് മനസ്സിലായത്? ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് രണ്ട് എമൗണ്ട് തന്നിട്ട് അതിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ബാലൻസ് ഷീറ്റ് നോക്കി നോക്കൂ. ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് 3000 എന്ന് നേരിട്ട് തന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ 3000 ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് 3000. പിന്നെ റീപേയ്മെൻറ്റ് ഓഫ് ലോണ്. ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ക്യാഷ് റിസീപ്റ്റ്സ് ആണ്. റീപേയ്മെൻറ്റ് ഓഫ് ലോൺ എന്ന് പറഞ്ഞാൽ ലോണ് തിരിച്ചടച്ചു എന്ന് പറഞ്ഞാൽ ക്യാഷ് പേയ്മെൻ്റ് ആണ്. അപ്പോൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കാണിക്കുക 3000. പിന്നെ ഡിവിഡൻറ്റ് പെയ്ഡ്, നമ്മൾ ഡിവിഡൻറ്റ് കൊടുക്കുമ്പോൾ പേയ്മെൻ്റ് ആണ്, അതും 500 ബ്രാക്കറ്റിനുള്ളിൽ കാണിക്കുക. അപ്പോൾ നെറ്റ് ക്യാഷ് ഫ്ലോ യൂസ്ഡ് ഇൻ ഫിനാൻസിങ് ആക്ടിവിറ്റീസ്, ഇത് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 500 മൈനസ് ഫിഗറാണ് വരുന്നത്. ഇനി നെറ്റ് ഇൻക്രീസ് ആണോ ഡിക്രീസ്, 3 സെക്ഷനും കൂടി നോക്കുക. അതിൽ നെറ്റ് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്നുള്ളത് നോക്കുക. ഇവിടെ ഇൻക്രീസ് ആണ് വരുന്നത്. എത്രയാണ്? 1000. നെറ്റ് ഇൻക്രീസ് ഇൻ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 1000 റുപ്പീസാണ് വരുന്നത്. അതിൻ്റെ കൂടെ ഓപ്പണിംഗ് ബാലൻസിൻ്റെ ക്യാഷിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആഡ് ചെയ്യുക. ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്, എത്രയാണ്? 500. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ക്ലോസിംഗ് ബാലൻസ് എത്ര കിട്ടും? 1500 കിട്ടും. ഇത് തന്നെ ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യനിൽ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് തന്നിട്ടുണ്ടായിരിക്കുക. ക്യാഷ് ഓർ ക്യാഷ് ഇക്വലൻസിൻ്റെ ക്ലോസിംഗ് ബാലൻസ് 1500 തന്നെയായിരിക്കും ക്വസ്റ്റ്യനിലും തന്നിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ആ ആൻസർ കറക്റ്റാണെന്ന് നമുക്ക് അവിടെ നിന്ന് തന്നെ ഉറപ്പിക്കാം. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.